ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എംഫോടെക്കിൻ്റെ കണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. കാരണം വേറെ കോഴികളൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം അതിന് അമ്മക്കോഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റില്ലാത്തത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ട് കോഴീനെ വീട്ടിൽ തന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോഴുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു ക്രാക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതിന് 21 ദിവസമാണ് എടുക്കുന്നത് വിരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ വരുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇങ്ങനെ ക്രാക്ക് വരുന്നത്. അതിൻ്റെ ബീക്ക് എവിടെയാണുള്ളത് ആ സൈഡായിരിക്കും ക്രാക്ക് വരാൻ പോണത്. അപ്പോൾ ബീക്കും വെച്ച് ക്രാക്ക് ചെയ്തു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിലിങ്ങനെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പൊട്ടിച്ചത് ഞാനാണ്. കാരണം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വന്നില്ല. ക്രാക്ക് വന്നു കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ ഇത് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഇത്തിരിയും കൂടെ പൊട്ടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബീക്കും എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ ക്രാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അമ്മമ്മേനെയൊക്കെ വിളിച്ചു. അമ്മമ്മയ്ക്കാണ് ഇതൊക്കെ അറിയുന്നത്. ഞങ്ങൾ അമ്മമ്മേനെ വിളിച്ചു ചോദിച്ചപ്പോൾ അത് പതുക്കെ പൊട്ടിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ചോരയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി. അമ്മമ്മ ഇന്നലെ രാത്രി പറഞ്ഞായിരുന്നു ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ അത് പൊട്ടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പൊട്ടിക്കുമ്പോൾ ആണെങ്കിൽ ചെറുതായിട്ട് ചോര പോലെയൊക്കെ ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് അമ്മമ്മേനൊക്കെ വിളിച്ചിട്ട് അമ്മ പറഞ്ഞു അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്തു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു തുള്ളി ചോര പോലും ഇത് മുറിഞ്ഞിട്ടല്ല, ബാക്കി ഈ എഗ് ഷെല്ലിൻ്റെ അവിടെ നിന്നായിരുന്നു ഫുള്ള് ചോരയും. ഇതിന് ഒന്നും മുറിഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ, ഫെദറൊക്കെ വന്നിട്ട് ഇങ്ങനെ ആയിരുന്നു ഇരിക്കണത്. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്തു. ഞങ്ങളിങ്ങനെ ടവലിലൊക്കെ വെച്ചു. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ സ്കൂളിലൊക്കെ പോവുമായിരുന്നു. ഞങ്ങൾക്ക് ആ ദിവസം സ്കൂളിൽ പോകാനുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, ഇത് ഞങ്ങൾ സ്കൂളിൽ നിൽക്കുമ്പോൾ അമ്മ എടുത്തു തരണം. ഇതുപോലെ ഇങ്ങനെ നേരത്തെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കണ്ണൊക്കെ തുറന്ന് ചെറുതായിട്ട്. അപ്പം അമ്മ പറഞ്ഞ് ഞങ്ങളോട് സ്കൂൾ വിട്ട് അമ്മ കൊണ്ടാക്കാൻ ഇങ്ങനെ വരുമ്പോൾ അമ്മ പറഞ്ഞു ഇത് മരിച്ചു പോയിട്ടുണ്ട് തോന്നൽ, ഉറുമ്പൊക്കെ വരുന്നത്, അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. നോക്കുമ്പോൾ ഒരെണ്ണം കൂടെ വിരിഞ്ഞു. ഇതാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് ഫെദറൊക്കെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നു. അപ്പോൾ ഇത് ഒരെണ്ണം കൂടെ വിരിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയായി. അമ്മ പ്രാങ്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇത് ഒന്നും കൂടെ ചെയ്യണം എന്നൊക്കെ അമ്മ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ടെൻഷൻ അടിച്ചു പോയി. പക്ഷേ ഇതിങ്ങനെ വിരിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പിയായി. എന്നിട്ട് ഞങ്ങളിപ്പോൾ തലയിലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി കളിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ചാച്ചനൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ അച്ചാച്ചൻ ആ വൈറ്റിന് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അതിന് പേരെന്താന്നൊക്കെ ചോദിച്ചു. പിന്നെ സുന്ദരിന്ന് വരട്ടോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അച്ഛനും ഭയങ്കര ഹാപ്പിയാണ്. ചെറിയ കുഞ്ഞു കോഴി ആയതുകൊണ്ട് അച്ഛനും നന്നായിട്ട് കളിപ്പിക്കാൻ ഇഷ്ടമാണ്. ഓഫീസിൽ വരുമ്പോൾ അച്ഛനും കളിപ്പിക്കും. അപ്പം ഞങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ പറയാം. ഇപ്പം നിങ്ങൾക്കും ഇത് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എംഫോടെക്കിൻ്റെ വീഡിയോയിൽ നോക്കിയാൽ കിട്ടും. ഞങ്ങളിതൊക്കെ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. കുറേ നോക്കിയിട്ടും കിട്ടിയില്ല. പക്ഷേ പെട്ടെന്ന് ഇതിൻ്റെ കറക്റ്റ് എന്തൊക്കെയാണ് വേണ്ടത് അതിൻ്റെ തന്നെ കിറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കണത്. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ഇങ്ങനെ എന്തായി അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരിക്കണത്. കസിൻസും ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയി. അപ്പോൾ ഗൈസ്, വേറൊരു സാഡ് സംഭവം കൂടെ അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു മുട്ട ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പുറത്തേക്കൊക്കെ ഇതിനെടുത്ത് ഇട്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത് മരിച്ചുപോയി. ഇങ്ങനെയായിരുന്നു ഇത് നിൽക്കണേ. ഞാൻ ചെറിയൊരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് സാഡ്ലി അത് മരിച്ചുപോയി. അതല്ലെങ്കിൽ വീക്കായിരുന്നു, ഓൾറെഡി നന്നായിട്ട് വീക്കായിരുന്നു. ഇത് ഞങ്ങൾ പുതിയൊരു വീടാണ് ഇതിന്. ഇപ്പോഴല്ല, ഞങ്ങളൊരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനെ ഈ പുതിയ വീട്ടിലിടും. ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വരാൻ പറ്റും. ഇപ്പം ഇൻക്യുബേറ്ററിൽ നിന്നിട്ടാണ് വയ്ക്കണത്. അപ്പോൾ ഇതൊക്കെ കല്ലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് ബൾബും ഫാനും ആണ്. പിന്നെ ഇതൊരു അഡാപ്റ്റർ. ഇതിൻ്റെ നടുക്ക് ഞാനൊരു കാർഡ്ബോർഡ് വെച്ചത്. ബൾബിൻ്റെ അവിടെയൊക്കെ നല്ല ചൂടാണ്, അതുകൊണ്ടാണ്. പിന്നെ ഫാനിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇതാവും. അപ്പോൾ അവിടെ ഒന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. താങ്ക് യു ഗൈസ്. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.